നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹസന്ദേശത്തിന്റെ സാക്ഷ്യവുമായി ആനന്ദത്തിന്റെ മഴവില്ലായി ഇതാ ജീസസ് കിഡ്സ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിറങ്ങളും നർമ്മങ്ങളും കലർന്ന വനാന്തരങ്ങളിലെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടം. കാണാം കാട്ടിലെ കൂട്ടുകാർ. എന്നാലും കുട്ടിക്കാലത്തെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അതല്ലേലും നേരാ. എന്ത് രസമായിരുന്നു നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു കാലം. നമ്മൾ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞു എന്നത് വിശ്വസിക്കാനേ കഴിയുന്നില്ല കേട്ടോ. ശരിയാ പറഞ്ഞത്. ആ ഒരു കാലഘട്ടം നമുക്ക് മറക്കാനാവില്ല. ഇന്ന് എന്താ സ്ഥിതി? സ്വന്തം കാര്യം മാത്രം നോക്കി തനിക്കെന്ന് മാത്രമുള്ള ചിന്ത. അത് നേരാ കപിലേ. അന്ന് ഭക്ഷണം പോലും നമ്മൾ പങ്കുവെക്കുമായിരുന്നു. ഓരോരുത്തർക്ക് അവരവരുടെ സ്വന്തം കാര്യം മാത്രം. ഇന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാ നമ്മൾ. അന്ന് പഠനത്തിൽ പോലും സഹകരണം മറ്റുള്ളവർക്ക് പകർന്നും പഠിപ്പിച്ചുമാ നമ്മൾ വളർന്നത്. അതെ അതെ, പരസ്പരം ബഹുമാനിച്ചും സൗഹൃദം പങ്കുവെച്ചുള്ള ഒരു നല്ല ജീവിതം. എല്ലാം ഓർമ്മകൾ മാത്രമായിരിക്കുന്നു. കപിലേ, നമുക്ക് കുറെ നല്ല ഓർമ്മകളെങ്കിലും ഉണ്ടല്ലോ. ഇന്നിപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോലും പരസ്പര ബന്ധങ്ങളില്ലെന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. എന്റെ സ്ഥിതി അങ്ങനെ തന്നെയാ കപിലേ. 100 സ്റ്റാഫ് ഉണ്ട്, പരസ്പരം അറിയുക പോലും ഇല്ല. മോട്ടു, വർത്തമാനം പറഞ്ഞ് നമ്മുടെ ജംഗ്ഷൻ എത്തിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീയാ പറഞ്ഞത് ശരിയാണ് കേട്ടോ. എനിക്ക് എന്റെ മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്യണം. ഞാൻ അങ്ങോട്ട് കടയിലോട്ട് ചെല്ലട്ടെ. അപ്പൊ ശരി, ഓക്കെ, ബൈ. മക്കളെ, നിങ്ങളുടെ ആശയമൊക്കെ കൊള്ളാം, പക്ഷേ അല്പം റിസ്ക് ആണ്. അതൊക്കെ അറിയാം സാറേ. എന്തായാലും ഞങ്ങൾക്കൊന്ന് ഒന്നിച്ചു കൂടണം. ആയിക്കോട്ടെ, ഇക്കാര്യത്തിൽ എനിക്ക് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം. കഴിഞ്ഞകാല കൂട്ടുകാരെ ഓർക്കുക, അവരോടൊപ്പം ചെലവഴിക്കുക. വളരെ സുഖമുള്ള കാര്യമാണത്. അത് സാറേ, ഞങ്ങൾക്ക് പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്നും കൂടി ഓർമ്മിക്കണം. തീർച്ചയായും ഇക്കാര്യത്തിൽ നിങ്ങളുടെ എന്താവശ്യത്തിന് ഞാനുണ്ടാകും. സാറേ, സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ ലിസ്റ്റ് ഒന്ന് ഓ, അതിനെന്താ, നിങ്ങളുടെ ബാച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാച്ചാ. ഒരുപാട് നല്ല ശിഷ്യന്മാർ, മാത്രമല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുള്ള ബാച്ചാ നിങ്ങളുടെ ബാച്ച്. പിന്നെ ഈ ഒരു സംഘം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പണിയൊന്നുമല്ല കേട്ടോ. എല്ലാവരും കാണണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം. മാത്രമല്ല പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം, പിന്നെ ചെലവിന് കാശ് കണ്ടെത്തണം. സാറേ, ഞങ്ങൾ അടുത്ത മാസം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ലീവ് കിട്ടുമോ? നിങ്ങൾ പ്ലാൻ ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ഷുവർ, എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് ഇരുന്ന് നന്നായി പ്ലാൻ ചെയ്യാം കേട്ടോ. പിന്നെ മക്കളെ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലും നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. എല്ലാവരെയും കണ്ടെത്തി വിവരങ്ങൾ അറിയിക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരു ആഘോഷമാക്കി മാറ്റണം.
ഇനിയും കുറച്ച് ആളുകളെ കൂടി ക്ഷണിക്കാനുണ്ട്. അപ്പൊ ഈ ഗംഭീരം പപ്പീസൊക്കെ കിട്ടില്ല, അങ്ങനെ കുറച്ചു പേര് കൂടി ഇട്ടിട്ടീ. അല്ല, നമ്മുടെ ഗംഭീറും പപ്പീസും കുറെ അകലെയല്ലേ താമസിക്കുന്നത്? അതെ അതെ അതെ, പക്ഷെ അവരടുത്തടുത്താ. പപ്പീസ് വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ആ, ഞാനും കോവറും കൂടി അവരെ പോയി ഒന്ന് കാണുന്നുണ്ട്. ആ, അവരെ നിങ്ങൾ പോയി കാണും, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ആയിക്കോട്ടെ. പമ്പൻ സാറിന് ഒരു സമ്മാനം നൽകണം. നമ്മളെ ജീവിതത്തിൽ വിജയത്തിലെത്തിച്ച സാറല്ലേ? തീർച്ചയായും സാറിനെ ഒരിക്കലും മറക്കാനാവില്ല. എന്തായാലും 6 ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പം എനിക്ക്. പഴയ കൂട്ടുകാര്, പഴയകാല ജീവിതം ഓർക്കുമ്പോ തന്നെ എന്താ ഒരു സുഖം. നമുക്ക് സംസാരിച്ച സമയം കളയാൻ തീരെയില്ല, ഓരോ സമയം വിലപ്പെട്ടതാ. ഞാനും ബോട്ട് ഇപ്പൊ തന്നെ പുറപ്പെടാം. എങ്കിൽ നമുക്ക് പിരിയാം. ശരി, ബൈ. ഓ, അടിപൊളി വീടാണല്ലോ. ഓ, നിങ്ങളായിരുന്നു. എന്തൊക്കെയാ? ഓ, നല്ല ഭംഗിയുള്ള വീട്, എന്ത് നല്ല സ്ഥലം, കൊള്ളാം കേട്ടോ. സൂപ്പർ. ഓ, എനിക്ക് ഈ കാട് അത്ര രസമുള്ളതായിട്ട് തോന്നുന്നില്ല. പുറത്താ സുഖം. അതേന്ന്, കുറച്ച് പണമുണ്ടായത് കൊണ്ട് എന്താ കാര്യം? സുഖജീവിതം, അതിന് നമ്മുടെ കാട് പറ്റത്തില്ല. അതൊക്കെ മെട്രോ സിറ്റി തന്നെയാ ബെസ്റ്റ്. അറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞു, പഴയകാല കൂട്ടുകാർ ഒത്തുചേരുന്നു അല്ലേ? അതെ അതെ, ഇതാ ഇൻവിറ്റേഷൻ. എനിക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. പല സ്വഭാവമുള്ള പല ആളുകൾ, ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റം. ഓ, ഒന്നും ശരിയാവത്തില്ലെന്നേ. പിന്നെ അവരവർക്ക് അവരവരുടെ കാര്യം, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. എനിക്കും അങ്ങനെ തന്നെയാ. അത് നമുക്ക് പഴയകാല ഓർമ്മകളിലൊക്കെ ഒന്ന് പറഞ്ഞു കൂടാലോ? അതെ അതെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പറയരുത്. അത് പമ്മീസ് എന്തായാലും പറഞ്ഞട്ടാ. നിർബന്ധിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ വരാൻ നോക്കാം. ഓ, നന്ദി പപ്പീസേ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാലോ. നമ്മുടെ ഗംഭീര് താമസിക്കുന്നത്. ഗംഭീരോ? ഏത് ഗംഭീര്? എന്ത് ഗംഭീര്? ഗംഭീരത്തിനാ? ആ ഗംഭീറിനെ കൂടെ നമുക്ക് ക്ഷണിക്കണ്ടേ? ഗംഭീറിനെയോ? ഈ പരിപാടിക്കോ? നമ്മുടെ ഒപ്പം പഠിച്ചതല്ലേ? എന്നിട്ടാണല്ലോ ഒരു കൾച്ചറുമില്ലാതെ കൃഷിപ്പണിയും എടുത്ത് ജീവിക്കുന്നത്. അവൻ ഈ പരിപാടിക്കുണ്ടെങ്കിലേ ഞാനില്ലേ ചെളിയിലും ചേറിലും പണിയെടുത്ത് വൃത്തികെട്ട്. എന്റെ കൂട്ടുകാരെ, അവനെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ലെന്നേ. ഒരു സർക്കാർ ജോലി പോലുമില്ല, നമ്മുടെ നിലവാരത്തിന് പറ്റിയ ആളല്ലെന്നേ അവൻ. പിന്നെ ഈ സംഗമത്തിലേക്ക് എന്റെ വക ഒരു 10,000 രൂപ സംഭാവന. അക്കൗണ്ട് നമ്പർ തന്നാ മതി, ഞാൻ അതിലേക്ക് ഇട്ട് തരാം. ആയിക്കോട്ടെ, നമ്പർ SMS ചെയ്യാം. എന്നാ പിന്നെ പപ്പീസെ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കേ, ശരി ശരി. അപ്പോ ആ ഗംഭീറിനെ കാണാതെ മുങ്ങാൻ നോക്കിക്കോ കേട്ടോ. അപ്പൊ നമുക്ക് പ്രോഗ്രാമിന് വരുമ്പോ കാണാം. പൈസ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. ഒരുപാട് കാലം കുറെ ജോലിക്ക് വേണ്ടി ഞാൻ അലഞ്ഞു. അവസാനം മനസ്സിലായി മാന്യമായ എന്ത് ജോലിയും ചെയ്യാന്ന്. അങ്ങനെ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ വളരെ സന്തോഷ. കാശിന് കാശ്, പിന്നെ ഈ മണ്ണിൽ പണിയെടുക്കുന്നതിന്റെ ആത്മസംതൃപ്തി. ഗംഭീർ പപ്പീസിനെ കാണാറില്ലേ? അതൊന്നും പറയണ്ട, നമ്മൾ ഒരുമിച്ച് പഠിച്ചത് ശരി തന്നെ. പക്ഷെ എനിക്ക് അവന്റെ അത്ര പത്രാസൊന്നും ഇല്ലല്ലോ. എന്നെ കണ്ട മിണ്ട പോലും ഇല്ല. ഒക്കെ സഹിക്കാന്നേ. കാളിയാക്കല് അത് സഹിക്കാൻ കഴിയില്ല. വഴിയെ നടന്നു പോകുമ്പോ അവന്റെ ബാൽക്കണിയിൽ നിന്ന് കൂവും, പിന്നെ ചീത്ത വിളിക്കും. അതെയോ? നിങ്ങൾക്കറിയോ, അവൻ എന്നെ കണ്ട ആ വഴിയെ പോലും വരില്ല. അവനോടൊരു ദേഷ്യമില്ല കേട്ടോ. ഗംഭീരേ, എല്ലാം നമുക്ക് ശരിയാക്കാം. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ? ഞാൻ നട്ടുണ്ടാക്കിയ നല്ല നാടൻ പച്ചക്കറി ഉണ്ട് ഇവിടെ. അതുകൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി നിങ്ങള്. അതൊക്കെ പിന്നീടാവാം. പിന്നെ ഡേറ്റ് മറക്കണ്ട. ശരി കൂട്ടുകാരെ, നിങ്ങളെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ എന്ന് ഓർക്കുമ്പോ വലിയ സന്തോഷം ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ച് വീടും കൂടെ കേറണം. മോട്ടു ഒന്ന് നിൽക്കൂ. മോട്ടു എന്ന ചെവി കേൾക്കുന്നില്ലേ? മോട്ടു ഒന്ന് നിൽക്കൂ. മോട്ടു, നമ്മുടെ പപ്പീസിന് അപകടം പറ്റി. മോട്ടു, എന്താ പറ്റിയെന്ന് പറ. പപ്പീസിന് അപകടം പറ്റിയെന്ന്.
എന്താ പറ്റിയത്? അവൻ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും വീണു. എന്റെ ദൈവമേ! വമ്പൻ സാറും കോവറും അറിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കഷ്ടം തന്നെ. നമ്മുടെ സംഗമത്തിന് ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതിന് ഇനി പപ്പീസിന് പങ്കെടുക്കാൻ പറ്റുമോ ആവോ? എന്തായാലും കഷ്ടമായി പോയി. നമുക്കൊന്ന് പോയി കാണണ്ടേ അവനെ? ആ വേണം. അടുത്ത ദിവസം പോവാം. എനിക്ക് ക്ഷണക്കത്തൊന്ന് കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ കുറച്ച് കത്ത് കൊടുക്ക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാലോ. എന്റെ ജീവൻ രക്ഷിച്ച ഗംഭീറിന് നല്ലത് വരുത്തേ. എന്റെ ജീവൻ രക്ഷിച്ച ഗംഭീറിന് നല്ലത് വരുത്തേ. ദൈവമേ, ദൈവമേ, നീ എന്നെ കണ്ണു തുറപ്പിച്ചു. ജീവിതത്തിൽ ഇപ്പൊ വലിയവനും ചെറിയവനൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമേ, ഗംഭീറേ, നീയാ വലിയവൻ, നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ഗംഭീറേ, നല്ല കാരൻ നീയാണ്. ഗംഭീറേ, അയ്യോ മയക്കത്തിലാണെന്ന് തോന്നുന്നു. പപ്പീസ് സാറോ കൂടെ എന്താ ഗംഭീര സംഭവിച്ചത്? ഞാൻ വഴിയിൽ നടന്നു പോണ സമയത്ത് ബാൽക്കണിയിൽ നിന്ന് എന്നെ കളിയാക്കിട്ട് ഗോഷ്ടി കാണിച്ചതാ. കാല് തെറ്റി നിലത്താ വീണു. ഞാനൊന്നും ആലോചിച്ചില്ല, അപ്പൊ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അല്പം സീരിയസ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് ബോധമൊക്കെ വരും, എന്തൊക്കെയോ പിച്ചുമ്പയും പറയും. കുറച്ച് സമയം എടുക്കൊക്കെ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു. ഗംഭീരന്റെ ഈ ആത്മാർത്ഥതയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗംഭീരനോട് പപ്പീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ കോവർ പറഞ്ഞിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ സാറേ? വെരി ഗുഡ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ മറക്കുന്നത് വളരെ നല്ലതാ സാറേ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനും പപ്പീസും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അറിയാം ഗംഭീറെ, പപ്പീസിനെ ഈ വീഴ്ചയിൽ താങ്ങിയ ഗംഭീർ പപ്പീസിന്റെ ജീവൻ തന്നെയാ രക്ഷിച്ചത്. അതൊരു കൂട്ടുകാരന്റെ കടമയല്ലേ സാറേ? അതെ അതെ ഗംഭീർ, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, അതായിരിക്കണം നമ്മുടെ ജീവിതം. കണ്ടോ, ഇത് കണ്ടോ, മനസ്സിന്റെ ഉള്ളിൽ തട്ടിയുള്ള പപ്പീസിന്റെ മിനി. അത് മതി ഗംഭീറിന്റെ ഈ ജന്മം മുഴുവൻ ധന്യമാകാൻ. ശരിയാ സാറേ. എന്തായാലും നിങ്ങളുടെ പരസ്പര സ്നേഹം ദൈവം കണ്ടു. നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പപ്പീസിന് കഴിയും. ഈ സ്നേഹത്തിന് മുമ്പിൽ ദൈവം കൃപ ചൊരിയും. പപ്പീസ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കാഴ്ചപ്പോരും കഴിഞ്ഞ് ശാന്തിയും സമാധാനവും നൽകാൻ റെഡിയായി നിൽക്കുന്നു. ആരാ? കാണാം, ശ്രദ്ധിക്കാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ എല്ലാ കൂട്ടുകാരും അതിന് എല്ലാവരോടും പിണങ്ങിയിരിക്കുന്നേ? അതെ, എനിക്ക് ചില കാര്യം അറിയാണ്ട്. അതെന്തിനാ കൂട്ടുകാരോട് പിണങ്ങിയിരുന്നിട്ട് എന്തിനാ നീ കാര്യങ്ങളൊക്കെ പറയുന്നേ? അത് ഞാൻ പറയട്ടെ. എന്താ പെട്ടെന്ന് പറ. എനിക്ക് നടക്കാന്ന്. ചേടാ, എന്തിനാ നീ പിണങ്ങുന്ന? എന്തിനാ കൂട്ടുകാരോട്? കൂട്ടുകാരോടല്ല. നീ കൂട്ടുകാരോടെന്നല്ല പറഞ്ഞേ, അങ്കിളിനോട്. ഓ, അങ്കിളിനോടാണോ പിണങ്ങുന്നേ? കൂട്ടുകാരോടല്ല. കൂട്ടുകാരോടല്ല, എനിക്ക് മനസ്സിലായി. അങ്കിളിനോട് എന്തിനാ പിണങ്ങിയിരിക്കുന്നേ? അങ്കിളെ, എനിക്ക് മൊബൈൽ തന്നില്ലല്ലോ. മൊബൈൽ തന്നില്ല എന്നോ? അത് ശരി. അങ്ങനെ എപ്പോഴും മൊബൈൽ എടുത്ത് കളിക്കാൻ പാടുവോ? പിന്നെ എനിക്കറിയാം. പിന്നെ എന്തിനാ നീ മൊബൈൽ ചോദിച്ചേ? എനിക്ക് ഓ, വാട്സപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണോ? അത് ശരി. അപ്പോൾ വാട്സപ്പിൽ എന്തൊക്കെയാ? ഓ, ഫണ്ണി വീഡിയോസ്. ചില കൂട്ടുകാർക്ക് വാട്സപ്പിൽ ഫണ്ണി വീഡിയോസൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെയോ? ഓ, ഫണ്ണി തമാശയുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ എന്താ നിനക്ക് തോന്നുന്നേ? സന്തോഷം തോന്നും. ഓ, സന്തോഷം തോന്നും. അപ്പം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞേ? ഓ, അത് ശരി. പക്ഷെ ഈ സന്തോഷം എത്ര നേരം ഉണ്ടാകും? വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അങ്കിളിനറിയാം. അതെന്താണെന്നോ? കർത്താവിൽ സന്തോഷിപ്പിനെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം കർത്താവിൽ സന്തോഷിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടിങ്കു പറഞ്ഞതുപോലെ മൊബൈൽ ഫോണുണ്ട്. പിന്നെയോ?
വാട്സപ്പ് ഉണ്ട്. പിന്നെയോ ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ദൈവ വചനത്തിലാണ്. ദൈവവചനത്തിൽ സന്തോഷിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവവചനമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവൻ നൽകുന്നത്. അവൻ ആത്മീയമായി വളരുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്നും വായിക്കണം. ടിങ്കു ബൈബിൾ വായിക്കാറുണ്ടോ? അങ്കിൾ എന്നും വായിക്കാറുണ്ട്. അങ്കിൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കും. ഈ ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടി പോലെയാണ്. കണ്ണാടി എന്തിനൊക്കെ ഉപയോഗിക്കുന്നേ? മുഖം നോക്കാൻ അല്ലേ? മുഖം നോക്കുക മാത്രമല്ല, നമ്മുടെ അവസ്ഥ എന്താണോ അത് കാണിച്ചു തരുന്നുണ്ട് കണ്ണാടി അല്ലേ? അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുറവുകളെ എന്നും കാണിച്ചു തരും. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം. അപ്പം ദൈവവചനത്തിൽ നാം സന്തോഷിക്കണം. രണ്ടാമതായി കർത്താവിൽ നാം സന്തോഷിക്കണം. കർത്താവ് ആരാണ്? കർത്താവ് ദൈവമാണല്ലേ? യേശുക്രിസ്തു എന്താ നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ നൽകി. അപ്പം കർത്താവിൽ നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. വചനത്തിൽ നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. നമ്മുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതിയാൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളായി നമുക്ക് തീരാൻ സാധിക്കും. അങ്ങനെ ദൈവമക്കളുടെ പേരാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതുക. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ എഴുതാത്തവരെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, നിത്യമായ നരകത്തിൽ പോകേണ്ടതായിട്ട് വരും. അപ്പം കർത്താവിൽ സന്തോഷിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. അപ്പം യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച കൂട്ടുകാർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പൈതലായി തീരുവാനായിട്ട് സാധിക്കും. കർത്താവിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും കർത്താവിൽ സന്തോഷിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ബൈ ടിങ്കു. ഇനി പറയൂ, ഇന്നത്തെ കാഴ്ചകൾ, അനുഭവങ്ങൾ, ചിന്തകൾ എങ്ങനെ? ഇഷ്ടപ്പെട്ടോ? മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? എഴുതൂ. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. കാഴ്ചകളും ചിന്തകളും നിറഞ്ഞ പുതിയ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ബൈ.